ഏകജാതനായ സമ്പാദിച്ചിരിക്കുന്ന പട്ടക്കാരെ ശുശ്രൂഷയുടെ ജീവിച്ചാക്കിയല്ലോ. കർത്താവേ, എപ്പോഴും വിശുദ്ധവും നിർമ്മല ഹൃദയത്തോടുകൂടി തിരുസഭയെ ശുശ്രൂഷിച്ച സഹർഷകന്മാരെ ഓർക്കെ അവർ നിമിത്തത്തിന് സ്വാതന്ത്ര്യം ചെയ്തു. പരിശുദ്ധമായ ദൈവമേ, നിന്നെ വിശ്വസിക്കുകയും പറയുകയും നിന്നെ ശുശ്രൂഷിക്കുകയും ലോകത്തിലെ സകല നിവാസികളുമേ ഒന്നിച്ചെന്ന് ചെവിക്കൊള്ളുവേ. ബഹുമാനത്തോടിരിക്കുന്ന മനുഷ്യൻ നിലനിൽക്കുന്നില്ല. അവന്റെ പിതാക്കന്മാരുടെ ഉറഞ്ഞു പോകും. അവരുടെ നാളും പ്രകാശത്തെ കാണുകയില്ല. മനുഷ്യർ വേറെ പോലെ നടക്കുന്ന സത്യം, അവൻ വ്യർത്ഥമായി സഞ്ചരിക്കുന്ന സത്യം. അവൻ സമ്പത്തുകളെ കൂട്ടുന്നെങ്കിലും ആരും അവയെ ചേർത്ത് കൊള്ളുമെന്നറിയുന്നില്ല. മുതൽ നിന്നേക്കും കർത്താവിനെ വാഴ്ത്തും. കർത്താവിനെ സ്തുതിക്കുകയും ദൈവമേ പരിശോധിക്കപ്പെടുമ്പോൾ നിന്റെ പരിശുദ്ധാനാമത്തെവരായ ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയുന്നേ. പിതാവിന്റെ പരിശുദ്ധായ ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. സ്തോത്രകാലോ മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും
ദിവസങ്ങളുടെ കടന്ന സ്ഥാനങ്ങളെ സാധിക്കുന്നവരും അജ്ഞമയമാരിലും ശുശ്രൂഷകളിലും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ തന്റെ ദൃഷ്ടിയിലുള്ളവരെ നമ്മുടെ ശുശ്രൂഷകളിലും ആരാധനകളിലും അധികം പ്രിയപ്പെടുന്നവരുമായ ദിവ്യരുടെ നാഥനും സാക്ഷാൽ പുരോഹിതനും ഞാൻ എവിടെയായിരിക്കുമോ അവിടെ ശുശ്രൂഷക്കാരനായിരിക്കുമെന്ന് ചെയ്തവരുമാരാന് എന്റെ അടുക്കലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ സംസ്കാര ശുശ്രൂഷകനായിരുന്നു നമ്മുടെ ആയുഷിന്റെ എല്ലാ ദിവസങ്ങളിലും പുതിയ ബഹുമാനമോദനം യോഗ്യമായിരിക്കുന്നു. നിത്യജീവനും സത്യവഴിയും നീയാകുന്നു. നിന്റെ ദൈവികമായ മനുഷ്യത്തെ ഐശ്വര്യപ്പെടുത്തി നിന്റെ ജനത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഗ്രഹനിർമ്മാണത്തിനുമായി നിന്റെ തിരുസഭയിൽ ഏർപ്പെട്ടക്കാരെ എന്നെ നിയമിച്ചു. നിന്റെ നിർവഹങ്ങൾ കൊണ്ട് അവരെ നീ നിറച്ചു, അവരെ നീ ബഹുമാനിച്ചു, ശ്രേഷ്ഠതപ്പെടുത്തി സ്വർഗീയ ഭരണത്തിന്മേൽ വിചാരകന്മാരാക്കി. നിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടുകൂട്ടത്തെ നയിക്കാനായിട്ട് ഇടയന്മാരായവരെ നീ വിളിച്ചാക്കി. സത്യത്തിന്റെ വചനത്തെ നേരായി ഭാവിച്ചു കൊടുക്കാനും നിന്റെ ആട്ടുകൂട്ടത്തിന് സകലത്തിനും ഉത്തമ ശാന്തക്കാരായിരിക്കാനും നിന്റെ പരിശുദ്ധരാൽ അവരെ നീ അഭിഷേകം ചെയ്തു. അവരെ സ്വസ്ഥരും തന്നെ നിന്റെ ജനത്തെ അവരെ നീ വരവേൽപ്പിച്ചു. കർത്താവേ, നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഇപ്പോഴും കർത്താവേ, ഇവിടെയുള്ള സഭയിൽ നിന്ന് വാങ്ങിപ്പോവുകയും അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്തിരിക്കുന്ന നിന്റെ കർത്തൃത്വത്തിന്റെ ശുശ്രൂഷക്കാരനും ഞങ്ങളുടെ സഹോദരമായ നിന്റെ പുരോഹിതന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് തന്റെ ആയുഷ്കാലം മുഴുവനും നിന്ന് അനുഭവിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തിനു വേണ്ടി നന്ദിയോടെ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഏകജാതന്റെ രക്തത്താൽ കഴുകപ്പെട്ടു നീതിപ്പെട്ടുകൊണ്ട് നിന്റെ തിരുമുമ്പാകത്തിന്റെ ആത്മാവിന്റെ കഴുത്തിലേക്ക് ഇരിക്കുകയും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്റെ ദിവ്യജ്ഞാനത്തിൽ നിന്നുള്ള വിനാൽപ്പതനെ പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ പുരോഹിതനെ പുറമെയുള്ള അന്ധകാരത്തിൽ വസിപ്പാൻ നീ കൈവിടുകയില്ലെന്നും ജീവന്റെ രക്ഷയുടെയും വചനങ്ങളെ ഘോഷിക്കുകയും വിശുദ്ധാത്മാവിന്റെ ദിവ്യ സംഗീതങ്ങളെ പാടുകയും ചെയ്തിട്ടുള്ള ഈ പുരോഹിത നാവിനെ മൗനമാക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ ശരീരങ്ങളെ ഭാഗിച്ചു കൊടുത്തിട്ടുള്ള ഈ പുരോഹിതന്റെ കൈകളെ കഠിന വിലക്കുകളാൽ ബന്ധിക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ മതബഹായി ചവിട്ടിയിട്ടുള്ള ഈ പുരോഹിതന്റെ കാലുകളെയും ഈ കലങ്ങളെയും ചവിട്ടുന്നതിന് ഇടയാക്കിയില്ലെന്നും നിന്റെ പൊരുളുടെ ഗ്രഹിക്കുകയും നിന്റെ ദിവ്യരഹസ്യത്തെ ശുശ്രൂഷയും ചെയ്തിട്ടുള്ള ഈ നിന്റെ പുരോഹിതനെ നിന്റെ അഗ്നിയിലെ വേദനകൾക്കും കലുഷിനും നെടുവീർപ്പുകൾക്കും നീ വിട്ടു കൊടുക്കുകയില്ലെന്നും എന്നാലും നിന്റെ ദിവ്യവചനങ്ങളുടെ സത്യത്തിന് പ്രകാരം നാശത്തിനും അപമാനത്തിനും വിധിക്കപ്പെടുന്ന ഈ ശരീരത്തെ മരണമില്ലാത്തതും നാശമില്ലാത്തതും മഹത്വ ശരീരമായി രൂപാന്തരപ്പെടുത്തി ഉയർപ്പിക്കുകയും നിന്റെ വിശ്വസ്ത ദാസന്മാരോടും ഉത്തമ കലവക്കാരോടും കൂടി ഈ പുരോഹിത വിശ്വാസമായി ഭരണത്തിലുള്ള പാപങ്ങളുടെ ലാഭത്തോടെ നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുമെന്നും അവരുടെ സന്തോഷത്തിനും നിന്റെ